സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്താണ്. അപ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് നമ്മളിന്ന് പോകുന്ന മംഗലാപുരത്തൊക്കെയാണല്ലോ. പോകുന്ന ട്രെയിനൊക്കെയാണെന്ന് ഞാൻ പറയാം. നമ്മളിപ്പോൾ സെൻട്രലിലവിടെ ഉള്ളത്. നമ്മൾ പോകുന്ന ദിവസം തിരുവനന്തപുരം നോർത്ത്, പഴയ കൊച്ചുവഴി എന്നാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സെൻട്രലിൽ നിന്ന് നമ്മൾ തിരുവനന്തപുരം നോർത്തിലെത്തണം. ഇന്നലെ ട്രെയിൻ യാത്രയായിരിക്കും, അതൊക്കെ ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. അതുപോലത്തെ ഒരു വണ്ടിയാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോൾ ഞാനവിടെ എത്തിയിട്ട് വണ്ടി അതൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ബാക്കി കാഴ്ചകളിലേക്ക് പോകാം കേട്ടോ. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞുള്ളൂ. ഇവിടുത്തെ തിരക്ക് നോക്കി നിങ്ങൾ, ഓഫീസ് ടൈം കഴിഞ്ഞാലുള്ളൂ. അപ്പോൾ നല്ല റഷാണ് കാണുന്നത്. എന്നാൽ തിരക്കാൻ നോക്കി. അത്യാവശ്യം ഒരു എന്താ പറയുക, ക്ലൗഡി ആയിട്ടുള്ള അന്തരീക്ഷമാണ് കേട്ടോ. മഴ മൂടിയ അന്തരീക്ഷമാണ്, മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ്. നമ്മൾ ബസ് സ്റ്റാൻഡിൻ്റെ മുമ്പിലാണ്, സെൻട്രൽ ബസ് സ്റ്റാൻഡിൻ്റെ. അപ്പോൾ ഇതിന് വഴി നമുക്ക് അകത്തേക്ക് കയറാം കേട്ടോ. ഇതൊക്കെ മെയിൻ എൻട്രൻസ് വഴി അകത്തേക്ക് കയറാം. എല്ലാം മഴക്കാറാണ് നോക്കി. ഇവിടെ വരുന്നവരുടെ ശ്രദ്ധിക്ക് കൊടുത്ത ടിക്കറ്റ് കൗണ്ടർ മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ മെയിൻ എൻട്രൻസിന് അവിടെ നിന്ന് നമുക്ക് ലെഫ്റ്റിൽ ആ ഭാഗത്താണ് മെയിൻ ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. അപ്പോൾ നമുക്ക് നേരെയാണ് പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗത്തേക്ക് പോകേണ്ടത്. നമ്മൾ ഓൾറെഡി നേരത്തെ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. 5:30 പുറപ്പെടുന്ന തിരുവനന്തപുരം ഗുരുവായൂർ ഇൻ്റർസിറ്റി ആണ് കിടക്കുന്നത്. നമ്മൾ ഈ വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. തുറവൂര് വരെ തിരുവനന്തപുരം വരെ ട്രാവൽ ചെയ്ത് LHB അപ്ഡേറ്റ് ആയതിനു ശേഷം ഇൻ്റർസിറ്റിയുടെ ജനറലൊക്കെ ഇപ്പോഴേ ഇവിടുന്ന് ഫുള്ളായിട്ടോ. നമ്മളെ FOBയുടെ അവിടെ നിൽക്കുകയാണ്. എന്താ ഫ്രെയിം നോക്കി, എന്താ ഭംഗി നോക്കിയ ഫ്രെയിമിന്. ഈ കാണുന്ന വണ്ടിയിലാട്ടോ തിരുവനന്തപുരം നോർത്ത് പോകുന്നത്. ഇത് തിരുവനന്തപുരം കൊല്ലം പാസഞ്ചറാണത്. അപ്പുറത്തിറക്കുന്ന വഞ്ചിരം എക്സ്പ്രസ് ആണ് കേട്ടോ. ഇപ്പോൾ മറ്റേ റീഷെഡ്യൂളായ തിരുവനന്തപുരം ഷാലിമാർ എക്സ്പ്രസ്സും വന്നിട്ടുണ്ട്. അത് 1 മണിക്കൂറിന് റീഷെഡ്യൂളാണ്. അങ്ങനെ 5:55 നമ്മുടെ വണ്ടി തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് പുറപ്പെട്ടു കേട്ടോ, പാസഞ്ചർ. അപ്പോൾ ഇത് ഈ റീഷെഡ്യൂളാണ് വണ്ടി. ഇതിപ്പോൾ 1 മണിക്കൂർ കൊണ്ട് പുറപ്പെടുത്തുള്ളൂ. ഇപ്പോൾ പൊടിമഴയുള്ളൂ കേട്ടോ, മഴ ചെറുതായിട്ട് കുറഞ്ഞു. നമ്മൾ തിരുവനന്തപുരം നോർത്ത് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇവിടുന്ന് നമ്മുടെ ട്രെയിൻ രാത്രി 9:25 ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ. നമ്മൾ സ്റ്റേഷൻ്റെ വെളിയിൽ ഇറങ്ങി. ഇപ്പോൾ സമയം 6:15 നമ്മുടെ വണ്ടി പുറപ്പെടാൻ ഇനിയും സമയമുണ്ട്. അപ്പോൾ നമുക്ക് എന്താ പറയുക, വണ്ടി ഏതാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നമ്മളിവിടുന്ന് തിരുവനന്തപുരം മംഗലാപുരം അന്ത്യോദയക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടുന്ന് എല്ലാ വ്യാഴാഴ്ചയും ശനിയാഴ്ചയുള്ളൊരു വണ്ടിയാണത്. വളരെ സ്റ്റോപ്പ് കുറച്ച് പോകുന്നൊരു വണ്ടിയാണ് കേട്ടോ. അതാണ് നേരത്തെ മിന്നൽ യാത്ര എന്ന് പറഞ്ഞാൽ. നല്ല വേഗത്തിൽ പോകുന്നൊരു വണ്ടിയാണ്. അപ്പോൾ വണ്ടി കുറച്ച് പ്രത്യേകതകളൊക്കെ ഉണ്ട്. ഞാൻ വണ്ടി വന്നിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ സ്റ്റേഷൻ്റെ വെളിയിലാണ്. സ്റ്റേഷനകത്ത് പോയി ഞാൻ ബാക്കി കാര്യങ്ങൾ പറയാം കേട്ടോ. തിരുവനന്തപുരം നോർത്തിൻ്റെ 1ാമത്തെ പ്ലാറ്റ്ഫോമിലുള്ള എക്സിറ്റിൻ്റെ ഭാഗമാണ് കാണുന്നത്. മെയിൻ പ്ലാറ്റ്ഫോം 6ആണ്. നമുക്ക് അകത്തേക്ക് കയറാം. ഈ ഭാഗത്ത് തന്നെ വലിയ തിരക്ക് അങ്ങനെ വരാത്തൊരു സ്ഥലമാണ്. അത് 1ാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ എക്സിറ്റാണെന്ന് പറഞ്ഞത്. മെയിൻ പ്ലാറ്റ്ഫോം 6ആണ്. അവിടെയാണ് ഏറ്റവും കൂടുതൽ തിരക്ക് വരാറ്. ഇവിടെ മഴ നിൽക്കും, എന്താ പറയുക, ഇപ്പോൾ പിന്നെ മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. മഴ കുറയും കൂടും, മഴ കുറയും കൂടും. മഴ നിൽക്കുന്നില്ല. ചെറുതായിട്ട് മഴയും ഇടയ്ക്ക് വലുതായിട്ട് മഴയും. അതാണ് കാലാവസ്ഥ. മഴയാണ് പൊതുവെ. FOBയുടെ മുകളിൽ ഒറ്റ മനുഷ്യനില്ല കേട്ടോ. എന്താ അല്ലേ, ഇഷ്ടം പോലെ വണ്ടിയുടെ റേക്ക് ഇവിടെ കിടക്കണുണ്ടല്ലേ. എന്ത് ഫ്രെയിം നോക്കിയാൽ ഭംഗി നോക്കിയ ഫ്രെയിമിൻ്റെ. നമ്മുടെ അന്ത്യോദയ എക്സ്പ്രസ് ആലപ്പുഴ വഴിയാണ് കേട്ടോ മംഗലാപുരം ജംഗ്ഷനിലേക്ക് പോകുന്നത്. അപ്പോൾ ഇത് ഇടയ്ക്ക് ഡൈവേർട്ടർ എന്ന് പറഞ്ഞാൽ എയർസ്പെൻ ട്രെയിൻ ആപ്പിൽ കാണിക്കാറുണ്ട്. കായംകുളം എറണാകുളം സെക്ഷനിൽ എന്താണെന്ന് എനിക്കറിയില്ല. സ്ക്രീൻഷോട്ടോട് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അന്ത്യോദയ എന്ന് പറഞ്ഞാൽ സൂപ്പർ ഫാസ്റ്റ് കാറ്റഗറി ട്രെയിൻസാണ്. അന്ത്യോദയയുടെ പ്രത്യേകത വെച്ചാൽ ഫുൾ ജനറൽ ക്ലാസ് ആണ്, റിസർവേഷൻ ഒന്നുമില്ല. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദൂരത്തിലോടുന്ന അന്ത്യോദയ എന്ന് പറഞ്ഞാൽ എറണാകുളം ഹൗറ അന്ത്യോദയാണ്. എന്തായാലും അത്രയും ദൂരം എറണാകുളത്ത് നിന്ന് പോകുന്നത് ജനറൽ മാത്രം. ഇപ്പോൾ ജനറൽ ക്ലാസ് മാത്രമാണ് അന്ത്യോദയയിൽ വരുന്നത്. അപ്പോൾ ഇതിനകത്ത് റിസർവേഷനോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നമുക്ക് മറ്റേ മാവേലി മലബാറിനൊക്കെ ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ ഈ വണ്ടി ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. നമുക്ക് പെട്ടെന്ന് എത്തുകയും ചെയ്യാം. നല്ല എന്താ പറയുക, സ്പീഡിൽ പോകുന്ന വണ്ടിയാണ് അത്. ഇതാണ് 6ാമത്തെ പ്ലാറ്റ്ഫോം. ഞാൻ നേരത്തെ പറഞ്ഞതാണ് മെയിൻ പ്ലാറ്റ്ഫോം കൂടിയാണ്. ഇപ്പോൾ വണ്ടിയുടെ അനൗൺസ്മെൻറ്റ് വന്നിട്ടില്ല ഇതുവരെയായിട്ടും. ഇത് പ്ലാറ്റ്ഫോം വന്ന് നോക്കണമല്ലോ. നമ്മുടെ വണ്ടിയുടെ അനൗൺസ്മെൻറ്റോടെ കിട്ടും. പ്ലാറ്റ്ഫോം 3 നമ്മുടെ വണ്ടി പുറപ്പെടുന്നത്. അതിന് അവിടെ ആലപ്പുഴ വഴി എന്നൊക്കെയാണ് പറയുന്നത്. അന്ത്യോദയ ടിക്കറ്റ് എടുക്കാത്തതുകൊണ്ട് പറഞ്ഞെടുക്കണം. കാരണം എന്താ പറയുക, വേറെ കാറ്റഗറി ട്രെയിൻസിനൊക്കെ IT സൂപ്പർ ഫാസ്റ്റ്, IT ഓർഡിനറിയാണ്. പക്ഷേ അന്ത്യോദയ്ക്ക് അന്ത്യോദയ കണ്ടില്ലേ, അത് സെപ്പറേറ്റ് നമ്മൾ എടുക്കണം. ഇപ്പോൾ ഒരാൾക്ക് 255 രൂപയാണ് വന്നത്. ഇത്തിരി ചാർജ് കൂടുതലാണ്. അന്ത്യോദയ്ക്ക് സൂപ്പർ ഫാസ്റ്റ് ഫെയറിനേക്കാൾ കൂടുതലാണ് ചാർജ് വരുന്നത്. എന്നാലും പെട്ടെന്ന് എത്തും കേട്ടോ, അത് വേറെ കാര്യം. മിന്നൽ യാത്രയായിരിക്കും. ഈ കിടക്കുന്ന വണ്ടിയാണ് അന്ത്യോദയ എക്സ്പ്രസ്. നമ്മൾ പോകുന്ന വണ്ടി ലോക്കൊന്നും അറ്റാച്ച് ചെയ്തിട്ടില്ല. ഇപ്പോൾ നെയിം ബോർഡ് ഉണ്ടല്ലോ, തിരുവനന്തപുരം നോർത്ത് മംഗളൂരു ജംഗ്ഷൻ, ചെറിയ നെയിം ബോർഡ്. അപ്പോൾ നമുക്ക് ഏകദേശം നടുക്കത്തെ ഭാഗത്ത് പോയി കയറാം കേട്ടോ. ഇപ്പോൾ ഇവിടെയൊക്കെ എന്താ പറയുക, നോർമൽ ഫുൾ ജനറലാണ് വണ്ടി. ഇപ്പോൾ അപ്പുറത്തെ ഭാഗത്തും തിരക്കുണ്ട് പ്ലാറ്റ്ഫോമിൽ.
അപ്പോൾ നമുക്ക് ഈ കോച്ചിൽ കയറാം. അപ്പോൾ തൊട്ടപ്പുറത്തോടെ ഒരു വണ്ടി ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്. അത് 2 മണിക്കൂർ ലേറ്റായിട്ട് വരുന്ന നേത്രാവതിയാണ് പോകുന്നത് കേട്ടോ. കല്യാൺ ഷെഡിൻ്റെ ഒരു WAP സാധനമാണ് ഇതിൻ്റെ ലോക്ക്. അപ്പോൾ നമുക്ക് ഇപ്പം നമ്മൾ കയറുന്ന ജനറൽ കോച്ചൊരു ഫ്രഷ് 2025 മെയ്ഡ് കോച്ചാണല്ലോ. നല്ല പുറത്തുനിന്ന് നല്ല വൃത്തിയുണ്ട് കാണാനായിട്ട്. അകത്തെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ കോച്ചിനകത്ത് കറണ്ടൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് ഇവിടെ സീറ്റ് പിടിക്കാം. എവിടെ വേണമെങ്കിലും ഇരിക്കില്ല, ജനറലല്ലേ. അപ്പോൾ ഇതാണ് അന്ത്യോദയയുടെ ലിവറി കോച്ചാണ് കാണുന്നത്. ശരിക്കും ഇതാണ് അന്ത്യോദയയുടെ ലിവറി. അപ്പോൾ നമ്മൾ ഏറ്റവും ബാക്ക് സൈഡിൽ വന്നാണെങ്കിൽ ബാക്ക് സൈഡിൽ ഒറ്റ കോച്ച് മാത്രമേ ഉള്ളൂ അന്ത്യോദയയുടെ ലിവറിയുടെ. ബാക്കിയെല്ലാം ദീനദയാൽ കോച്ചാണ് കേട്ടോ. നോർമൽ ജനറൽ കോച്ചാണ്. 2017 മെയ്ഡ് കോച്ചാണ് കേട്ടോ. ബാക്കിൽ ഇതുപോലത്തെ ഒരു നോർമൽ ബോർഡാണ് കേട്ടോ, നെയിം ബോർഡ്. അല്ല, കലാബോധമുള്ള ഒരാളെ ചെയ്ത് കാണാൻ നല്ലൊരു നെയിം ബോർഡ് കൊടുത്തോളൂ. അപ്പോൾ ഇവിടെ തന്നെ നോർമൽ മലയാളത്തിൽ എഴുതിയൊരു നെയിം ബോർഡാണുള്ളത്. അപ്പോൾ നമ്മൾ ബാക്ക് വെച്ചോടെ സീറ്റൊക്കെ പിടിച്ചു. സമയം ഇപ്പോൾ 7:30 മണി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ട്രെയിൻ സ്പോട്ടിങ് ആവാം. തിരുവനന്തപുരം നോർത്ത് സ്കിപ്പ് ചെയ്യുന്ന കുറച്ച് വണ്ടികളുണ്ടോ ഈ സമയത്ത്. ഞാൻ കാണിച്ചു തരാം. കുറച്ച് വണ്ടികളൊക്കെ ഉണ്ട്, നമുക്ക് അതൊക്കെ നമുക്ക് കാണാം. അവിടെ പച്ച കത്തി കിടപ്പുണ്ട്. ഇപ്പോൾ ഒരു വണ്ടിയിൽ പാസ് ചെയ്ത് പോട്ടോ. ഇതേതാ വണ്ടി? ഇത് നമ്മുടെ മാവേലി എക്സ്പ്രസ് ആണ് കേട്ടോ. അത് ഓൺ ടൈമാണ്. അതിൻ്റെ പുറകെ ഒരു ഫ്ലൈറ്റുകൾ ടേക്ക് ഓഫ് ചെയ്ത് പോയായിരുന്നു. രാത്രി ഉണ്ടെങ്കിൽ നല്ല കാണാൻ പറ്റിയില്ല. എന്നാ വിടിയില്ല നോക്കി, നല്ല സ്പീഡാണ് സ്കിപ്പ് ചെയ്ത് പോകുന്നത്. ഈ വണ്ടി ഉണ്ടല്ലോ, തിരുവനന്തപുരത്ത് നിന്ന് ചെന്നൈക്ക് ഒരു വീക്കിലി ഒരു സൂപ്പർ ഫാസ്റ്റ് വണ്ടിയാണ്. അത് ആലപ്പുഴ വഴി പോകുന്നതാണ്. ഇത് നമ്മുടെ തിരുവനന്തപുരം വെരാവൽ എക്സ്പ്രസിൻ്റെ റേക്ക് വെച്ചൊരു വീക്കിലിയായിട്ട് ഓടിക്കുന്നതാണ് കേട്ടോ വണ്ടി. ഇത് അത്യാവശ്യം നല്ല സ്പീഡിൽ പോകുന്നൊരു വണ്ടിയാണത്. ചെന്നൈക്കൊക്കെ പോകാൻ പറ്റിയ നല്ലൊരു വണ്ടിയാണ് കേട്ടോ. രാത്രി പോയി ഡിന്നർ ബിരിയാണിയാണ് കേട്ടോ. കറണ്ടൊന്നും വന്നിട്ടില്ല കോച്ചിൽ. 75 രൂപ ഉണ്ട് ഇതിന്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്ത്യസ് ലോങ്ങസ്റ്റ് റണ്ണിങ് ട്രെയിൻ വിവേക് എക്സ്പ്രസ് സ്കിപ്പ് ചെയ്ത് പോവുകയാണ്. ഫുഡ് കഴിച്ചോണ്ടിരുന്നപ്പോഴേ വിവേക പാസ്സായപ്പോണ്ട് അത്ര നല്ലത് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മുടെ വണ്ടി പുറപ്പെടാൻ 30 മണിക്കൂറുണ്ട്. ലോക്കോ ഇതിലോട്ടും വന്നിട്ടില്ല. നമ്മളെ പോകുന്ന രാത്രി ആയതുകൊണ്ട് ഇരുട്ടായിരിക്കും. നമ്മൾ നേരം വെളുത്ത് വരുമ്പോൾ അത്യാവശ്യം നല്ല കാഴ്ചകൾ കാണാൻ പറ്റും. മിക്കവാറും നമ്മൾ കോഴിക്കോട് കണ്ണൂർ സ്ട്രെച്ച് എത്തുമ്പോൾ നേരം വെളുത്ത് വരത്തുള്ളൂ. നമ്മൾ രാത്രിയാണെന്നുള്ളത് നമ്മൾ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുക. അത് വേറെ കാര്യം. രാത്രി നമ്മൾ മാക്സിമം ഷൂട്ട് ചെയ്യും. വിഷ്വൽസ് ഒക്കെ നമ്മൾ ഷൂട്ട് ചെയ്യുന്നതാണ്. പക്ഷെ കാഴ്ചകൾ കണ്ടെങ്കിൽ മിക്കവാറും നേരം വിളിക്കേണ്ടി വരും. അതാണ് അവസ്ഥ. അപ്പോൾ ലോക്കോ അതിലോട്ടും വന്നിട്ടില്ല. സമയം ഇപ്പോൾ 9 മണിയാവാറായി. രാജറാണിയുടെ റേക്കും വന്നിട്ടില്ല. അതിനി എപ്പോൾ പുറപ്പെടാനെന്ന് ആർക്കറിയാം. അങ്ങനെ രാജറാണിയുടെ റേക്ക് വന്നിരിക്കുകയാണ്. ഇത് മറ്റേ നാഗർകോവിൽ തിരുവനന്തപുരം നോർത്ത് പാസഞ്ചറാണ് കേട്ടോ. ആ പാസഞ്ചറിൻ്റെ റേക്ക് തന്നെയാണ് രാജറാണിയായിട്ട് ഇവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ അത് വന്ന് കറക്റ്റ് 9 മണിക്ക് തന്നെ വന്ന് ഇപ്പോൾ അത് പുറപ്പെടും. അങ്ങനെ രാജറാണി ഇവിടെ നിന്ന് നിലമ്പൂർ റോഡ് ലക്ഷ്യമാക്കി പുറപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. ഇത് കോട്ടയം വഴി പോകുന്ന വണ്ടിയാണ്. ഇത് കറക്റ്റ് 4 ആകുമ്പോൾ നിലമ്പൂരെത്തും. നല്ലൊരു വണ്ടിയാണ്. ഓവർനൈറ്റ് വണ്ടിയാണത്. ഈ വരുന്ന വണ്ടി നമ്മൾ കോഴിക്കോട് തിരുവനന്തപുരം ജനശതാബ്ദിയാണ്. നമ്മളിതിൽ യാത്ര ചെയ്തിട്ടുണ്ടോ ചേർത്തല കോഴിക്കോട് വരെ. അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. നല്ലൊരു സർവീസാണ് കേട്ടോ. അത് ഡെയിലി ഉള്ളൊരു വണ്ടിയാണ്. അപ്പോൾ നമ്മുടെ ലോക്കോ വന്നിരിക്കുകയാണെങ്കിൽ ഈറോഡ് ഷെഡിൻ്റെ ഒരു WAP സാധനമുണ്ട്. ഇൻഡിപെൻഡൻസ് ഡേക്ക് ലിവറി അടിച്ച് ഇറക്കിയതാണ് ഈറോഡ് ഷെഡ് വരെ. കിടിയൻ ലോക്കോ. 9:10 നമ്മുടെ ലോഗോ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. നല്ല ലുക്കുള്ളൊരു ലോക്ക് ഇടുന്ന നോക്കി. 37-151 നമ്പർ. ഈറോഡ് ഷെഡിൻ്റെ WAP സാധനം. നമുക്ക് നമ്മുടെ കോച്ചിൽ പോകാൻ. അപ്പോൾ കോച്ച് ദിവസം നടുക്കാണ്ട് നമുക്ക് എന്താ പറയുക, അത്യാവശ്യം നല്ല ഇതിൽ കവർ ചെയ്യാൻ പറ്റുമായിരിക്കും വണ്ടി. നമുക്ക് നോക്കാം. അപ്പുറത്ത് ഡീസൽ വെച്ച് ഏതൊരു ഗുഡ്സൊക്കെ വന്നിട്ടുണ്ടല്ലോ. ഇപ്പോൾ കോച്ചിൽ കറണ്ടൊക്കെ വന്നു. ഇപ്പോൾ നമ്മുടെ സീറ്റ് ഇത് ഇവിടെയാണ് കേട്ടോ. കറുത്ത ബാഗ് കണ്ടില്ലേ, നമ്മുടെ സ്ഥിരം ട്രാവൽ ബാക്കാണത്. അപ്പോൾ അത് വിൻഡോ സീറ്റ് തന്നെ കിട്ടി ഭാഗത്തിന്. വണ്ടി തന്നെ ക്ലീൻ വണ്ടിയാണ്. ഇപ്പോൾ ഈ ഭാഗത്ത് വെച്ച് നല്ല വൃത്തിയൊക്കെ ഉണ്ട്. ഇപ്പോൾ വാഷ് കാണിച്ചാലോ കേട്ടോ. വാഷും വൃത്തിയായിരിക്കും. കാരണം ഇവിടുന്ന് പുറപ്പെടുന്ന വണ്ടിയല്ലേ.
അതെ, നല്ല ക്ലീൻ വാഷ്റൂമാണ്. ഇന്ത്യൻ സ്റ്റൈൽ വാഷ്റൂമാണ് കേട്ടോ. നല്ല ക്ലീനാണ് പൊതുവെ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മാവേലി മലബാറിന്ന് ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ വണ്ടി ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. അപ്പോൾ ആൾക്കാർ കയറി കിടന്നു. ദീൻദയാൽ പുറത്താണല്ലോ, അപ്പോൾ ആൾക്കാരെ കയറി കിടന്നു. സമയം 9:30 കേട്ടോ. വണ്ടി ഇതിലോട്ടും പുറപ്പെട്ടിട്ടില്ല. ഇപ്പം തന്നെ 5 മിനിറ്റ് ലേറ്റായി. എനിക്ക് തവണ കോട്ടയം വഴി ഡൈവേർട്ടാണെന്ന് തോന്നാണ്ട് വൈകണേ. അതെ, അങ്ങനെ 9:50 ആയപ്പോഴത്തേക്കും നമ്മുടെ വണ്ടി ഇവിടെ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ്. ഒരു 25 മിനിറ്റ് ലേറ്റായിട്ട് അന്ത്യോദയ അങ്ങനെ പുറപ്പെട്ടിരിക്കുകയാണ് തിരുവനന്തപുരം നോർത്തിൽ നിന്ന്. അയ്യോ, ഇത് കോട്ടയം വഴി ഡൈവേർട്ടറാണെന്നിട്ട് തോന്നുന്നു. കാരണം ഇത്ര ലേറ്റായിട്ട് എടുക്കാമെങ്കിൽ അത് മിക്കവാറും അങ്ങനെ ആയിരിക്കുള്ളൂ. അടുത്ത ട്രാഫിക്കൊക്കെ ഒഴിവാകേണ്ടതാണ്. അപ്പോൾ അന്ത്യോദയ ഇവിടെ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ്. വണ്ടി കുറച്ച് പോയിട്ട് സ്പീഡ് എടുക്കത്തുള്ളതുണ്ട്. ഇപ്പോൾ പയ്യാണ് വണ്ടി പോകുന്നത്. അന്ത്യോദയത്തിന് സ്പീഡ് എടുത്ത് വരുന്നുണ്ട്. പക്ഷെ രാത്രി ഒന്നും കാണാനൊന്നും പറ്റത്തില്ല കേട്ടോ. ഇതാ വരുന്ന വണ്ടി വേനാട് എക്സ്പ്രസ് ആണ് കേട്ടോ. വേനാട് എക്സ്പ്രസ് എന്നൊരു അരമണിക്കൂർ ലേറ്റാണ്. ഇപ്പോൾ ക്രോസിങ് നടത്തിയിരിക്കുകയാണ് നമ്മളായിട്ട്. നമ്മളും പോവാണ്. വയനാട് തിരുവനന്തപുരത്തേക്കും പോവാണ്. നമ്മൾ കൊല്ലം ഭാഗത്തേക്കും പോവാണ്. ഇപ്പോൾ കഴക്കൂട്ടം സ്റ്റേഷൻ എത്താറായിട്ടുണ്ട് കേട്ടോ. സ്റ്റേഷനെത്തി അത് തന്നെ. സ്റ്റേഷനിൽ വെച്ച് നമ്മൾ ക്രോസിങ് നടത്തിയിരിക്കുകയാണ്. കഴക്കൂട്ടം സ്റ്റേഷനിൽ വെച്ച് ഒരുപാട് ഓർമ്മകളുള്ളൊരു സ്റ്റേഷനാണ് കേട്ടോ. എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജിക് എനിക്ക് സ്റ്റേഷൻ കാണുമ്പോൾ ഓർമ്മ വരുന്നത്. ഒരുപാട് ഓർമ്മകളുള്ളൊരു സ്റ്റേഷനാണ് ഈ കഴക്കൂട്ടം സ്റ്റേഷൻ. കോട്ടയം വഴി വരുന്ന കാസർഗോഡ് തിരുവനന്തപുരം വന്ദേ ഭാരതാണ് കേട്ടോ. ഇത് നമ്മൾ മുരിക്കുമ്പഴ സ്റ്റേഷനിൽ വെച്ച് നമ്മൾ ക്രോസിങ് നടത്തിയിരിക്കുന്നത് കേട്ടോ. നല്ല സ്പീഡാണ് പോകുന്നത്. അത് ഓൺ ടൈമാണ് കേട്ടോ. വണ്ടിയിൽ നിന്ന് വലിയ ലൈറ്റൊന്നുമില്ല. വർക്കല സ്കിപ്പ് ചെയ്യണ്ടോ നമ്മൾ. ഈ വണ്ടിക്ക് തിരുവനന്തപുരം നോർത്ത് വിട്ടാൽ പിന്നെ കൊല്ലത്താണ് സ്റ്റോപ്പുള്ളത്. വളരെ സ്റ്റോപ്പ് കുറച്ച് പോകുന്ന വണ്ടിയാണ്. ഞാൻ വാർത്ത പറഞ്ഞില്ലായിരുന്നു. വർക്കല അത്യാവശ്യം നല്ല സ്പീഡിലാണ് സ്കിപ്പ് ചെയ്യുന്നത്. സ്റ്റേഷൻ്റെ ഒരു വർക്കൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പം ഞാൻ വേറൊരു ജനറൽ കോച്ച് വന്നിട്ട് ഇവിടെ കണ്ടില്ല, തിരക്ക് വളരെ കുറവാണെന്ന് വണ്ടിക്കകത്ത്. ഇന്ന് ശനിയാഴ്ച ദിവസമായിട്ടും തിരക്ക് കുറവാണ്. എന്താണെന്നറിയില്ല. ഇപ്പം നമ്മളെ വലിയ വളവൊക്കെ തിരിഞ്ഞ് നമ്മളത് കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. കൊല്ലം ജംഗ്ഷൻ ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വണ്ടി ഏകദേശം അവിടെ നിന്ന് പുറപ്പെട്ട സെയിം ഡിലേ തന്നെയാണ് കേട്ടോ. അരമണിക്കൂർ അടുത്ത് ഡിലേ ഉണ്ട് വണ്ടി. അപ്പോൾ ഇവിടുന്ന് അത്യാവശ്യം ആൾ കയറുമെന്ന് നോക്കാമല്ലോ. ഇത് ഓവർനൈറ്റ് വണ്ടിയാണ്. രക്ഷമാത്ര സ്റ്റോപ്പ് കുറച്ചാണ് വണ്ടിയാണ്ട് എത്ര ആൾക്കാർ കയറുമെന്നൊക്കെ നോക്കാമല്ലോ. 2 മിനിറ്റത്തെ സ്റ്റോപ്പിനേഷൻ കൊല്ലം ജംഗ്ഷനിൽ നിന്ന് പുറപ്പെട്ടു. അധികം ആൾക്കാരൊന്നും കയറിയില്ല കേട്ടോ. എനിക്ക് വേണമെങ്കിൽ തിരുവനന്തപുരം മംഗലഹാരത്തിന് ഒരു ആൾക്കാർ പോയിട്ടുണ്ടാകും. അത് നല്ല തിരക്കുള്ള വണ്ടിയാണ്. അപ്പോൾ കൊല്ലം ജംഗ്ഷനിൽ നമ്മൾ പുറപ്പെട്ടിരിക്കുകയാണ്. ആ കാണുന്ന പ്ലാറ്റ്ഫോമാണ് കേട്ടോ. തേർഡ് ലോങ്സ്റ്റ് പ്ലാറ്റ്ഫോമാണത്. അത് കൊല്ലം ജംഗ്ഷനിലാണ്. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ആ ഒരു പ്ലാറ്റ്ഫോമാണ് ഈ കാണുന്നത് കേട്ടോ. നമ്മൾ മൺറോത്തുരത്ത് എത്തിയിട്ടത്. ഇപ്പോൾ എറണാകുളം കൊല്ലം മെമ്മു കിടപ്പുണ്ട്. ആലപ്പുഴ വഴി വരുന്ന വണ്ടിയാണത്. അത് ക്രോസിങ് നടത്തിയിരിക്കുകയാണ് കേട്ടോ. അതിനോട് സ്റ്റോപ്പുണ്ട്. അപ്പോൾ രാത്രി കണ്ടൊന്നും കാണത്തില്ല. ഇത് നല്ല ഒരു സ്റ്റേഷൻ, നല്ല ഭംഗിയുള്ള സ്റ്റേഷനാണ്. മൺറോത്തുരത്ത് കാണാമായിരുന്നു. രാത്രി കണ്ടൊന്നും നമ്മളൊന്നും കാണത്തില്ല. സ്റ്റേഷൻ അത്യാവശ്യം വർക്ക് കാണുന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളന്നൊരു ട്രെയിൻ സ്പോട്ടിങ് പിന്നെ ഇവിടെ മൺറോത്തുരത്ത് നമ്മൾ ഫുള്ള് നടന്ന് നമ്മൾ കവർ ചെയ്തതാണ്. നമ്മുടെ ചാനലിൽ ആ വീഡിയോ ഉണ്ട്. ഇവിടെ ശാസ്താകോട്ടയെ കൊണ്ട് പിടിച്ചിട്ട് 10 മിനിറ്റായി. എന്താണെന്നറിയില്ല കേട്ടോ. അപ്പോൾ വണ്ടിയുടെ ഡിലേ പിന്നെയും കൂടി 40 മിനിറ്റായി. അങ്ങനെ നമ്മൾ 3/4 മണിക്കൂർ ലേറ്റായിട്ട് കായംകുളം ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ്. 2ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് കയറിയത്. അപ്പോൾ ഏകദേശം ഉറപ്പായി നമ്മുടെ വണ്ടിയിൽ നിന്ന് കോക്കയറും കോട്ടയം വഴി ഡൈവേർട്ടഡ് ആയിരിക്കും. അല്ലെങ്കിൽ ആലപ്പുഴ വഴിയാണ് പോകണമെങ്കിൽ 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ നമ്മളെ കയറ്റിട്ടുണ്ട്. അപ്പോൾ 2ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് കയറ്റി ഏകദേശം ഉറപ്പായി കോട്ടയം വഴിയാണ് പോകുന്നതെന്ന്. കായംകുളത്ത് നിന്ന് അത്യാവശ്യം ആൾക്കാരുണ്ട് കേട്ടോ. വണ്ടിയിൽ കയറാനുണ്ട്. വണ്ടി ഫുള്ളാവില്ല. വണ്ടിയിൽ അത്രയും വേക്കൻസി സീറ്റുണ്ട്. എന്നാലും വണ്ടിയിൽ അത്യാവശ്യം ആൾ കയറാനുണ്ട്.
കായംകുളത്ത് നിന്ന് നമ്മുടെ വണ്ടി പുറപ്പെട്ടു. ഇതിപ്പോൾ അവിടെ സിഗ്നൽ കാണിക്കുന്നത് അവിടെ കോട്ടയം ലൈനിൻ്റെ ഭാഗത്ത് തന്നെയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് സ്വിച്ച് ചെയ്യാൻ പോകണം. നമ്മൾ കോട്ടയം വഴി തന്നെയാണെന്ന് പോകുന്നത് ഉറപ്പായി. അപ്പോൾ നമ്മളങ്ങോട്ടേക്ക് സ്വിച്ച് ചെയ്യാൻ പോകണം. ട്രാക്ക് സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാത്രിയാണെന്നും കാണത്തില്ല. അപ്പോൾ അടുത്ത ദിവസം കാണുന്ന ട്രാക്കാണ് ആലപ്പുഴയ്ക്ക് പോകുന്നത്. നമ്മൾ കോട്ടയം ലൈനിലേക്ക് തിരിഞ്ഞു. ഇനി കോട്ടയം വഴി നമ്മൾ പോകും. നമ്മളങ്ങനെ മാവേലിക്കരയൊക്കെ കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പോവുകയാണ്. മാവേലിക്കര സ്റ്റോപ്പ് ഉണ്ടാവില്ല. ചെങ്ങന്നൂർ സ്റ്റോപ്പ് ഉണ്ടോ നമുക്ക് നോക്കട്ടോ. ഫസ്റ്റ് ചെങ്ങന്നൂർ സ്റ്റോപ്പില്ല കേട്ടോ. ചെങ്ങന്നൂർ പയ്യാണ് സ്കിപ്പ് ചെയ്ത് പോകുന്നത്. ഈ ഭാഗത്തൊന്നും ആരുമില്ല. അതൊക്കെ ഈ സമയത്തൊക്കെ ആരുണ്ടാകാനാ. ചെങ്ങന്നൂർ തിരക്കൊക്കെ ആണെങ്കിൽ ശബരിമല സീസണാണ്. ഈ സ്ഥലത്തിലുള്ള തിരക്ക് കുറവായിരിക്കുള്ളൂ. ശബരിമല സീസൺ ആകുമ്പോഴത്തേക്കും ഫുൾ ആക്റ്റീവ് ആകും ചെങ്ങന്നൂർ. അപ്പോൾ മിക്കവാറും കോട്ടയത്ത് മാത്രം സ്റ്റോപ്പ് ഉണ്ടാവുന്നില്ല. കോട്ടയം കഴിഞ്ഞ് എറണാകുളം അങ്ങനെ ആയിരിക്കും പോകുള്ളൂ. എറണാകുളം ടൗണിൽ വണ്ടി നിർത്തത്തുള്ളൂ കേട്ടോ. ജംഗ്ഷൻ പോകത്തില്ല അത്. നമ്മളങ്ങനെ കോട്ടയം എത്തിയിരിക്കുകയാണ്. സമയം ഇപ്പോൾ 12:45 കുറച്ച് ഡിലേ ആയി വണ്ടി. അപ്പോൾ അത് അവിടെ നിന്ന് ദൂരെ നിന്നൊരു വണ്ടി വരുന്നുണ്ട്. അത് ഏത് വണ്ടിയാണെന്ന് നോക്കാം. എനിക്കാണ് ഗാന്ധി നന്നാർക്കോലാന്ന് തോന്നുന്നു. ആ വണ്ടിയെന്ന് തോന്നണേ. കോട്ടയത്ത് ഒരു 3 മിനിറ്റ് വണ്ടി നിർത്തിയുള്ളൂ. ഇപ്പോൾ വണ്ടി പുറപ്പെട്ടിരിക്കുകയാണ്. ആ കാണുന്നുണ്ട് നാഗമ്പടം ബസ് സ്റ്റാൻഡാണ് കാണുന്നത്. അത് കാണുമ്പോൾ പറഞ്ഞാൽ നല്ല നൊസ്റ്റാൾജി വരുന്നുണ്ട്. കാരണം ഞാൻ കോട്ടയത്ത് ഇവിടെ പഠിക്കുന്ന സമയത്തും അല്ലാത്ത സമയത്തും ഇവിടെ ഞാൻ ക്യാഡൊക്കെ പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ബസ്സൊക്കെ കയറി വീട്ടിൽ പോയിക്കൊണ്ടിരുന്നതൊക്കെ ഓർമ്മ വരുന്നുണ്ട്. അത്ര നൊസ്റ്റാൾജിയുള്ള സ്ഥലമാണ്. ഒരുപാട് തവണ വന്ന് പോയിട്ടുള്ളൊരു സ്ഥലമുണ്ട്. ഭയങ്കര നൊസ്റ്റാൾജി. കോട്ടയം നമ്മൾ പുറപ്പെട്ടിരിക്കുകയാണ്. നമ്മളങ്ങനെ ഏറ്റുമാനോട് സ്കിപ്പ് ചെയ്യണം കേട്ടോ. നല്ല സ്പീഡിലാണ് സ്കിപ്പ് ചെയ്യുന്നത്. നോക്കി പറത്തി അടിച്ച് സ്കിപ്പ് ചെയ്യുന്ന കേട്ടോ. ഈ വെടിയും പുകയാണ്, ഒന്നും പറയാനില്ല. നല്ല സ്പീഡെടുത്ത് സ്കിപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ പിറവൻ റോഡ് സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിറവൻ റോഡ് ഇതുപോലെ തന്നെ വെടിച്ചില് സ്പീഡിൽ സ്കിപ്പ് ചെയ്യുന്നത്. നോക്കി പറത്തി അടിച്ച് സ്കിപ്പ് ചെയ്യുന്നത്. ആ കാണുന്ന എറണാകുളം മാർഷൽ യാർഡാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ എറണാകുളം ടൗൺ എത്താറായി. എറണാകുളം ജംഗ്ഷൻ പോകത്തില്ല. നമ്മളന്ന് കോട്ടയം വഴി വന്നിട്ട് എറണാകുളം ടൗണിലായിരിക്കും വണ്ടിക്ക് സ്റ്റോപ്പ്. സമയം രാത്രി 1:50. എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ വണ്ടിക്ക് 3 മിനിറ്റ് ആയിരുന്നു സ്റ്റോപ്പ് കേട്ടോ. 3 മിനിറ്റ് സ്റ്റോപ്പിന് ശേഷം എറണാകുളം ടൗണിൽ നിന്ന് വണ്ടി പുറപ്പെട്ടു. ഇപ്പോൾ വണ്ടിയിൽ വലിയ കാര്യങ്ങളൊന്നും ആയിട്ടില്ല. അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ വലിയ തിരക്കൊന്നുമില്ല. ഈ സമയത്ത് വലിയ തിരക്കൊന്നും ഇല്ലാത്ത സമയം കേട്ടോ. എന്താ പറയുക, വണ്ടിയൊന്നും ഇല്ലാത്ത സമയമാണ് അത്. അങ്ങനെ നമ്മൾ ആലുവ പയ്യെ സ്കിപ്പ് ചെയ്യാം കേട്ടോ. ആലുവയിലൊന്നും സ്റ്റോപ്പില്ല. എറണാകുളം ടൗൺ കഴിഞ്ഞാൽ പിന്നെ തൃശ്ശൂർ വണ്ടിക്ക് സ്റ്റോപ്പുള്ളൂ കേട്ടോ. അപ്പോൾ ആലുവ നമ്മൾ സ്കിപ്പ് ചെയ്തിങ്ങനെ പോവുകയാണ്. നമ്മളങ്ങനെ ആലുവ സ്കിപ്പ് ചെയ്ത് പോകാത്ത അവിടുന്ന് ഒരു വണ്ടി വരുന്നുണ്ട്. ഏത് വണ്ടിയാണെന്നൊക്കെ നോക്കാം. ദൂരത്തുനിന്ന് വണ്ടി വരുന്നുണ്ട്. ലൈറ്റ് ഇട്ടില്ലേ. WP7 എൻ്റെ ലോക്ക. ദൂരത്തുനിന്ന് ലോക്ക കണ്ടായിരുന്നു. അതേതാ വണ്ടി എന്ന് വെച്ചാൽ അത് ഇതാണ് കേട്ടോ. പൂനെ കന്യാകുമാരി ജയന്തി എക്സ്പ്രസ് ആണത്. അതിനാണെങ്കിൽ ഒരു കാൺപൂർ ഷെഡിൻ്റെ WP7 കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതൊന്നൊരു 15 മിനിറ്റ് ലേറ്റാണ് ആലുവ എത്തുന്നത്. നമ്മളങ്ങനെ ആലുവ പാലം ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. രാത്രിയാണെന്നും കാണത്തില്ല. നല്ല വെള്ളമുണ്ട്. ട്രെയിൻ പയ്യാണ് കേട്ടോ അതിൽ പോകുന്നത്. കൊച്ചിൻ അന്താരാഷ്ട്ര വിമാനത്താവളമാണ് കേട്ടോ. എന്ത് ഭംഗിയാന്ന് നോക്കി രാത്രി കാണാനായിട്ട്. അവിടെ ഫ്ലൈറ്റൊന്നും കാണാനില്ല കേട്ടോ. നല്ല ഭംഗിയാണ്. ഇവിടെ എപ്പോഴും ആൾക്കാരുണ്ടാകും. കാരണം ഫ്ലൈറ്റൊക്കെ വന്നിറങ്ങുന്ന ഈ നല്ല സ്പോട്ട് ചെയ്യാൻ പറ്റും. നല്ല ഭംഗിയാണ്. നല്ല നൈറ്റ് ലൈഫുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ നോക്കി നല്ല ഭംഗിയാണ്. ലൈറ്റിംഗ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ നെടുമ്പാശ്ശേരി സ്റ്റേഷൻ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ
അതിൻ്റെ വർക്കൊക്കെ ആൾ തുടങ്ങിയിട്ടില്ല. നമുക്ക് റെയിൽവേ കമ്മീഷൻ കിട്ടിയിട്ടുള്ളൂ, ഓർഡർ കിട്ടിയിട്ടുള്ളൂ. വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ നിന്നാണെന്ന് അറിയില്ല. എന്തായാലും നെടുമ്പാശ്ശേരിയിൽ റെയിൽവേ സ്റ്റേഷൻ അത്യാവശ്യമാണ്. എയർപോർട്ടിലെ ആക്സസ് വളരെ എളുപ്പമാവും. ഈ ഭാഗത്ത് നല്ല സോളാർ പാനൽ കേട്ടോ, നോക്കി നല്ല ഭംഗിയാണ് കേട്ടോ. ആ ലൈറ്റിംഗ് ആണ് അടിപൊളിയാണ് ദൂരത്തുള്ള. സമയം 3:20. തൃശ്ശൂർ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലാണ് വണ്ടി കയറിയത്. വണ്ടി ഇപ്പോൾ ഒരു 35 മിനിറ്റ് ലേറ്റാണ് കേട്ടോ. വണ്ടി ലേറ്റ് കുറച്ച് കുറഞ്ഞു. ഓട്ടോ ഓടിപ്പിടിച്ചു. ഇപ്പോൾ ഇവിടെ അത്യാവശ്യം എന്താ പറയുക, ആൾക്കാർ കുറവാണ് ഈ ഭാഗത്ത്. തിരക്ക് മുമ്പിലുണ്ടാവും. മുമ്പിലും തിരക്കുണ്ടായിരുന്നില്ല. അപ്പോൾ എന്താ പറയുക, ഇവിടെ നിന്ന് വണ്ടിയിലധികം ആൾക്കാരൊന്നും കയറിയില്ല. അപ്പോൾ അവിടെ തൃശ്ശൂരിൽ നിന്ന് വണ്ടി പുറപ്പെട്ടിരിക്കുകയാണ്. 3 മിനിറ്റ് വണ്ടി സ്റ്റോപ്പായുള്ളൂ. നമ്മളിപ്പോൾ വടക്കാഞ്ചേരി സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല വളവുള്ളൊരു സ്റ്റേഷനാണ്. നമ്മളങ്ങനെ വള്ളത്തോൾ നേർ സ്റ്റേഷൻ പയ്യെ സ്കിപ്പ് ചെയ്ത് പോവുകയാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഭാരതപ്പുഴ പയ്യെ സ്കിപ്പ് ചെയ്ത് നമ്മളിത് പാലക്കാട് ഡിവിഷനിലേക്ക് കയറാൻ പോവാണ് കേട്ടോ. ഭാരതപ്പുഴയിൽ അത്യാവശ്യം വെള്ളമുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞാണ് പോകുന്നത്. ലെഫ്റ്റിൽ തിരിഞ്ഞ് നമ്മൾ ഷൊർണൂർ മംഗലാപുരം ലൈനിലേക്ക് നമ്മൾ സ്വിച്ച് ചെയ്ത് നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനായ ഷൊർണൂർ ജംഗ്ഷനിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. സമയം 4 മണിയായി. ഒരു അരമണിക്കൂർ ലേറ്റാണ്. കറക്റ്റ് ഓൺ ടൈമായി വണ്ടി. വലിയ ഡിലേ കാര്യങ്ങളൊന്നുമില്ല. അപ്പുറത്ത് ഇവിടെ തിരുവനന്തപുരം മംഗലാപുരം എക്സ്പ്രസ്സാണ് കിടക്കുന്നത്. അതോടെ നേരത്തെ വന്ന് കിടക്കുകയാണ് ബിഫോർ ടൈം അടിച്ച്. ആ പ്ലാറ്റ്ഫോം മൊത്തം വെള്ളം അങ്ങനത്തെ ഡിസൈൻ കാണിച്ചു വെച്ചാൽ ആരാണെന്നോ ഒരു ബോധമല്ല എത്തന്മാർ താഴത്തേക്ക് ആക്കി വെച്ചുകൂടിയത്. നമ്മളുടെ ഒരു 15 മിനിറ്റ് വന്നിട്ട് വാട്ടറിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് പുറപ്പെടുമോ അതോ ആ മംഗലാപുരം എക്സ്പ്രസ് പുറപ്പെടുമോ എന്നറിയില്ല. അത് പുറപ്പെടുകയാണെങ്കിൽ അതിൻ്റെ പുറകെ ഇങ്ങനെ തേഞ്ഞിട്ടി പോകേണ്ടി വരും. നമ്മളിവിടുന്ന് ആദ്യം പുറപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തിരുവനന്തപുരം മംഗലാപുരം എക്സ്പ്രസ്സിനോട് വെച്ച് ഓവർടേക്ക് ചെയ്ത് ഇങ്ങനെ നമ്മൾ മുന്നോട്ട് കയറി പോവാണ്. അതിൻ്റെ ലോക്കൽ റോയവേര് തന്നെയാണ് 39,393. ഷൊർണൂർ നമ്മൾ പുറപ്പെട്ടിരിക്കുകയാണ്. അത് ആ പോകുന്നത് നമ്മളെ ഷൊർണൂർ എറണാകുളം മെമ്മുവിൻ്റെ റേക്കാണ് അങ്ങോട്ട് പോകുന്നത്. കുറ്റിപ്പുറത്തൊന്നും സ്റ്റോപ്പില്ല കേട്ടോ അന്ത്യോദയ്ക്ക്. അപ്പോൾ കുറ്റിപ്പുറത്ത് നല്ല സ്പീഡിൽ സ്കിപ്പ് ചെയ്യുന്നത്. ശേഷം നല്ല വളഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പം ഷൊർണൂർ കഴിഞ്ഞപ്പോൾ തിരൂർ സ്റ്റോപ്പുണ്ട്. തിരൂർ കഴിഞ്ഞപ്പോൾ കോഴിക്കോടാണ് സ്റ്റോപ്പുള്ളത്. അങ്ങനെ നമ്മൾ തിരൂർ എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വണ്ടിയുടെ ഡിലേ കുറച്ച് എന്താ പറയുക കുറഞ്ഞു. അപ്പോൾ തിരൂർ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമാണ്. രണ്ടാമത്തെ പ്ലാറ്റ്ഫോം അപ്പുറത്താണ്. അപ്പോൾ അവിടെ ഏതൊരു ഗുഡ്സ് അതുകൊണ്ട് കിടപ്പുണ്ട്. ഫെറോക്ക് പാലമാണത്. ഫെറോക്ക് പാലം ക്രോസ് ചെയ്ത് നമ്മൾ കോഴിക്കോട് ഭാഗത്തേക്ക് പോവുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കോഴിക്കോട് എത്തിയിരിക്കുകയാണ്. കോഴിക്കോട് എത്തിയപ്പോൾ വണ്ടിയുടെ ഡിലേ ഒരു അരമണിക്കൂറായി. സമയം ഇപ്പോൾ 5:30 മണിയായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ ഒന്നും ആരുമില്ല. ഫ്രണ്ട് ഭാഗത്ത് എന്തായാലും ആൾക്കാരുണ്ടാവും. എന്താ പറയുക, ഇത് രാവിലെ ഇവിടെ ഒന്നും വണ്ടിയില്ല. ഇപ്പോൾ കണ്ണൂർ കാസർഗോഡ് ഭാഗത്തേക്ക് കൂടെ എന്തായാലും തിരക്കുണ്ടാവും. ഈ വണ്ടിയിൽ കുറച്ച് പേര് കയറി. ഇപ്പോൾ നമ്മൾ 4ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് വന്നിരുന്നത്. വണ്ടി ഇവിടുന്ന് പുറപ്പെട്ടു. അതിൻ്റെ പുറകെ തിരുവനന്തപുരം മംഗലാപുരം എക്സ്പ്രസ് വരുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഇറങ്ങേണ്ടവരൊക്കെ അതിലാണ് കൂടുതലും കയറത്തുള്ളൂ. കോഴിക്കോട് നമ്മൾ പുറപ്പെട്ടിരിക്കുകയാണ്. ഏലത്തൂർ സ്റ്റേഷനുണ്ട്. അപ്പോൾ നമ്മൾ സ്പീഡിൽ സ്കിപ്പ് ചെയ്ത് വേണം. നേരെ ഒരു പയ്യെ വെളുത്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരം വെളുത്തിട്ട് ഷൂട്ട് ചെയ്യും. അങ്ങനെ നേരം വെളുത്തു. സമയം 6:20 ആയി. നമ്മളിങ്ങനെ വിട്ടടിച്ച് ഇങ്ങനെ പോവുകയാണ്.
അപ്പോൾ ആ കാണുന്നത് നാഷണൽ ഹൈവേ ആണ് കാണുന്നത്. അപ്പോൾ നമ്മൾ വടകര എത്താറുണ്ട്. കൊയിലാണ്ടിക്ക് നമ്മൾ സ്പീഡിൽ സ്കിപ്പ് ചെയ്ത് പോയി, കണ്ടത് പോലും ഇല്ല കേട്ടോ. വടകര ഇപ്പോൾ എത്തും. വടകര സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അന്ത്യോദയ എക്സ്പ്രസ്. അപ്പോൾ അവിടെ ഏതോ ഒരു വണ്ടി വരാണ്ടിരിക്കുന്ന ഒരു പാസഞ്ചർ വണ്ടി വരാനുണ്ട്. അപ്പോൾ അതിൻ്റെ തിരക്കാണ് കാണുന്നത്. സ്റ്റേഷനൊക്കെ നല്ല ഡെവലപ്മെൻ്റ് ആയിട്ടുണ്ട്. അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെട്ടൊരു സ്റ്റേഷനാണ് വടകര. അപ്പോൾ നല്ല മാറ്റം വന്നുകൂടെ. കേന്ദ്രഭരണ പ്രദേശമായ മാഹി അഥവാ മയ്യഴി നമ്മൾ നല്ല സ്പീഡിൽ എന്നാ സ്പീഡാണെന്നൊക്കെ സ്കിപ്പ് ചെയ്യണതിന് പറത്തി അടിച്ച് സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. അയ്യോ, വെടിയും പോകുകയും മിന്നലും ഉണ്ടോ. സ്റ്റേഷൻ ഒരു എന്താ പറയുക, നല്ല സ്പീഡിൽ സ്കിപ്പ് ചെയ്യുന്നത്. അയ്യോ, നല്ല സ്പിറ്റ് അടിച്ചാണ് അന്ത്യോദയ ഇപ്പോൾ പോകുന്നത് കേട്ടോ. നമ്മളിപ്പോൾ തലശ്ശേരിയൊക്കെ എത്താറുണ്ട്. കടലങ്ങ് അടുത്തടുത്ത് വരുന്നുണ്ടല്ലേ, നല്ല ഭംഗിയോടെ കാണാനായിട്ടത്. നല്ല കടൽ തീരത്തോട് ചേർന്നാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കണേ. ഇവിടുന്ന് അങ്ങനെ അടുത്ത് കാണാൻ പറ്റും കടൽ. അടിപൊളിയാണ്. നേരം വെളുത്തോടെ നല്ല ഭംഗിയാവാറ്. അങ്ങനെ നമ്മൾ തലശ്ശേരി എത്തിയിരിക്കുകയാണ് കേട്ടോ. ഈ വണ്ടിക്ക് ഇപ്പോൾ തലശ്ശേരിയിൽ സ്റ്റോപ്പ് അനുവദിച്ചിട്ട് കുറച്ചായിട്ടുള്ളൂ. അപ്പോൾ തലശ്ശേരി അത്യാവശ്യം ഒരു മെയിനായിട്ടുള്ളൊരു സ്റ്റേഷനാണ് തലശ്ശേരി. ഇപ്പോൾ അന്ത്യോദയക്കൂടെ സ്റ്റോപ്പ് അനുവദിച്ചൊരു നന്നായി. 1 മിനിറ്റത്തെ സ്റ്റോപ്പിന് ശേഷം തലശ്ശേരിയിൽ നിന്ന് വണ്ടി പുറപ്പെട്ടു. ഇപ്പോൾ തലശ്ശേരിയിൽ സ്റ്റോപ്പ് പോകുന്നതുകൊണ്ട് മാഹിക്കൊക്കെ പോകേണ്ടവർ ഇവിടെ ഇറങ്ങും കേട്ടോ. അത് എന്തൊരു നന്നായി. കണ്ണൂർ ഇറങ്ങണ്ടല്ലോ, അവിടെ തലശ്ശേരി ഇറങ്ങിയാലും മതിയല്ലോ. വടകരയ്ക്ക് പോകേണ്ടവർക്ക് ഇവിടെ ഇറങ്ങാം സുഖമായിട്ട്. നമ്മളെ കണ്ണൂർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കാണുന്നത് കണ്ടില്ലേ, താവക്കരയ്ക്ക് പോകുന്ന റോഡാണ്. താവക്കര പിന്നെ ടൗണിൻ്റെ പല ഭാഗത്തേക്കും പോവാം. അപ്പോൾ സ്റ്റേഷൻ എത്തിയിട്ടോ. 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് നമ്മുടെ വണ്ടി വന്നത്. ഇപ്പുറത്ത് 1 എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം ഉണ്ട് കേട്ടോ അവിടെ. കണ്ണൂർ ഇപ്പോൾ ഇവിടെ നിന്ന് അത്യാവശ്യം തിരക്കാവും. കാരണം എന്താ പറയുക, കാസർഗോഡ് മംഗലാപുരം ഭാഗത്തേക്ക് അത്യാവശ്യം തിരക്ക് ഇവിടെ നിന്നുണ്ടാവും. വണ്ടിയിൽ കുറേ പേരോട് ഇറങ്ങുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഈ കണ്ണൂർ കാസർഗോഡ് ഭാഗത്താണ് കൂടുതൽ ആൾക്കാർ ഇറങ്ങുന്നത്. കോഴിക്കോട് കുറച്ച് പേര് ഇറങ്ങിയായിരുന്നു. ഇവിടെ നിന്ന് ആരും ഇല്ലല്ലോ. ഫ്രണ്ടിലിറങ്ങി മിക്കവാറും തിരക്കുണ്ടാവുക. പുതുതായിട്ട് തുടങ്ങിയ AC വെയിറ്റിംഗ് ഹാളാണ്. അത് വേറൊരു ടീമാണ് നടത്തുന്നത്, കോൺട്രാക്റ്റിൻ്റെ ഏജൻസി. അത് നല്ല അടിപൊളിയാണ്. അതിനകത്ത് ഞാൻ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, ഇവിടെയാണ് തിരക്ക്. ഇവിടെ ഒരു മറ്റേ റിഫ്രഷ്മെൻറ്റ് റൂമൊക്കെ ഉണ്ട് അല്ലേ. കണ്ണൂർ കുറേ പേര് ഇറങ്ങി, കുറച്ച് പേര് വണ്ടിയിൽ കയറി, കുറേ പേര് പക്ഷേ ഇവിടെ ഇറങ്ങി കേട്ടോ. ഇവിടെ 3 മിനിറ്റായിരുന്നു സ്റ്റോപ്പ് ഉണ്ടായിരുന്നത്. അതിനുശേഷം വണ്ടി പുറപ്പെട്ടു കേട്ടോ. കണ്ണൂർ ഇപ്പോൾ പുറകിൽ വേറെ ഏതൊക്കെ വണ്ടി വരാണ്ടായിരുന്നു. തിരക്കൊക്കെ ഇവിടെ ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ജില്ലയുണ്ട് കണ്ണൂർ ജില്ല. എനിക്ക് എന്തറിയില്ല, ഭയങ്കര ഇഷ്ടമാണ് ഈ കണ്ണൂർ ജില്ലയോട്. അപ്പോൾ അടുത്ത സ്റ്റോപ്പ് കാസർഗോഡാണ് കേട്ടോ. വണ്ടി ഇവിടെ നിന്ന് എടുത്തപ്പോൾ തന്നെ സ്പീഡിലെടുത്തു. വണ്ടി കാര്യമായിട്ട് ഒരുപാട് പേര് കണ്ണൂർ ഇറങ്ങി. കാസർഗോഡ് മാത്രം ഫ്ലാറ്റ് ടൈമുകൊണ്ട് നമ്മുടെ ഡിലേ കുറേയൊക്കെ ഉപേക്ഷിക്കാം. നല്ല വെളിയിലുണ്ടോ വളവട്ടം സ്റ്റേഷനുണ്ട്. സ്റ്റേഷനോട് ചെടിയൊക്കെ വെച്ചിട്ടുണ്ട്, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇപ്പോൾ ഈ വളവട്ടം സ്റ്റേഷൻ കഴിഞ്ഞ ഉടനെ വളവട്ടം പുഴയുള്ളൂ കേട്ടോ. നമ്മൾ പഴയങ്ങാടി കഴിഞ്ഞിട്ട് ഇപ്പോൾ മറ്റേ മംഗലാപുരം തിരുവനന്തപുരം വന്ദേ ഭാരത് ഒരു ആലപ്പുഴ വഴിയുള്ളത്.
നമ്മൾ പയ്യന്നൂർ നല്ല പറത്തി അടിച്ച് സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഭയങ്കര സ്പീഡാണ് വണ്ടിക്ക്. വിശ്വ വച്ചലക്കി പോവുക. നമ്മളിപ്പോൾ നീലേശ്വരം നല്ല സ്പീഡിൽ സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളതിൻ്റെ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഒരു മറ്റേ ഇത് കണ്ട് ഗോഡൗണൊക്കെ ഉണ്ട്, കണ്ടില്ലേ? മിക്ക സ്റ്റേഷനുകളും കേട്ടോ. കഴക്കൂട്ടം സ്റ്റേഷനിലൊക്കെ ഉണ്ടായിരുന്നു. കാഞ്ഞങ്ങാട് നല്ല പറത്തി അടിച്ച് സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സ്റ്റേഷന് വർഗ്ഗം കടന്നുകൊണ്ടിരിക്കുകയാണല്ലോ, പ്രൂഫിൻ്റെ വർഗ്ഗം കടന്നുകൊണ്ടിരിക്കുകയാണ് ആ ഭാഗത്ത്. എനിക്ക് ആൾക്കാരൊക്കെ നോക്കാറത്ത് മിന്നൽ ഓണമായിരിക്കും വണ്ടി പോവുക സ്റ്റേഷനിൽ നോക്കാറത്. ഇവിടെ ഇപ്പോൾ എറണാകുളം എക്സ്പ്രസ് വരാനുണ്ട്, അതിൻ്റെ തിരക്കാണ് ഇവിടെ ഉള്ളത്. അതിപ്പോൾ കാസർഗോഡ് വിട്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ ബേക്കൽ ആ ഒരു ഭാഗത്തേക്കൂടെ പോയിക്കൊണ്ടിരിക്കണം. നമുക്ക് കടലടുത്താണ്. നമ്മൾ നേരത്തെ തലശ്ശേരിത്തിനൊക്കെ കണ്ടില്ലേ, അതുപോലെ തന്നെ. പക്ഷെ ഇവിടെ നമ്മളൊരു ദിവസം വരുന്നുണ്ട് കേട്ടോ. അടിപൊളിയാണ് ഈ സ്പോട്ട്. ബേക്കൽ ഫോർട്ട് സ്റ്റേഷൻ എത്താറായിട്ട്. സ്റ്റേഷനും കടലിനോട് ചേർന്ന് തന്നെയാണല്ലോ. നമ്മളൊരു ദിവസം ഇവിടെ വരുന്നുണ്ട് കേട്ടോ. ഇത് ഭംഗിയാ നോക്കി, നല്ല അടിപൊളി കാഴ്ച കേട്ടോ നോക്കി. ഇല്ല, സ്റ്റേഷൻ എത്തിയിട്ടോ. ബേക്കൽ ഫോർട്ട് സ്റ്റേഷനാണിത്. ചെറിയൊരു സ്റ്റേഷനാണ് കേട്ടോ. അത് ദിവസം നല്ല സ്പീഡിൽ നമ്മൾ സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളൊരു ദിവസം എന്തായാലും ഇവിടെ വരുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു സ്റ്റേഷനാണ് ബേക്കൽ ഫോർട്ടും. പിന്നെ ബേക്കൽ കോട്ടയൊക്കെയാണ് ഒരു ദിവസം ഞാൻ വരുന്നുണ്ട് ഇവിടെ. ഈ റൂട്ടിലെ ഏക ടണലായിട്ടുള്ള കളനാട് ടണലാണിത്. നല്ല സ്പീഡിൽ നമ്മൾ അതിനകത്തോടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇല്ല, ടണൽ കഴിഞ്ഞു. നല്ല സ്പീഡിലാണ് പോയത്. ഇപ്പോൾ ഇവിടെ എറണാകുളം എക്സ്പ്രസ് വരും കേട്ടോ. ചന്ദ്രഗിരി പുഴ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിത് ക്രോസ് ചെയ്ത് കുറച്ച് നമ്മൾ കാസർഗോഡ് എത്തിട്ടോ. അങ്ങനെ നമ്മൾ കാസർഗോഡ് എത്തിയിരിക്കുകയാണ്. ഒരു 25 മിനിറ്റ് ഡിലേ ആയിട്ട് കാസർഗോഡ് 2ാമത്തെ പ്ലാറ്റ്ഫോമിലോട്ട് എത്തിയത്. സ്റ്റേഷൻ നല്ല ഡെവലപ്മെൻ്റ് ആയി. നേരത്തെ സ്റ്റേഷൻ ഭയങ്കര ശോകമായിരുന്നു. ഇപ്പോൾ സ്റ്റേഷൻ നല്ലൊരു വികസനം വന്നു. ഇവിടെ ടോട്ടൽ 3 പ്ലാറ്റ്ഫോമുള്ള കേട്ടോ. വന്ദേ ഭാരതൊക്കെ പുറപ്പെടുന്ന ഒരു വലിയൊരു സ്റ്റേഷനായിട്ട് കാസർഗോഡ് മാറി. സമയം 7:53. ഞാൻ പറഞ്ഞു 25 മിനിറ്റ് ലേറ്റായിട്ട് നമ്മളിവിടെ എത്തി കേട്ടോ. ഇപ്പോൾ ഇവിടെയും കുറേ പേര് ഇറങ്ങും. കുറേ പേര് ഇവിടെ ഇറങ്ങി കേട്ടോ. ഇപ്പോൾ മംഗലാപുരത്തേക്ക് ആൾക്കാർ കുറവുള്ളതെന്ന് തോന്നാം വണ്ടിക്കകത്ത്. കണ്ണൂരിൽ നിന്ന് കയറി കുറച്ച് പേര് ഇവിടെ ഇറങ്ങി. ഇപ്പോൾ വണ്ടി ഇവിടെ നിന്ന് പുറപ്പെട്ടു. ഇവിടെ 2 മിനിറ്റ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പറഞ്ഞല്ലേ, വന്ദേ ഭാരത് പുറപ്പെടുന്ന പ്ലാറ്റ്ഫോമാണ് അപ്പുറത്തെ പ്ലാറ്റ്ഫോം, 3ാമത്തെ പ്ലാറ്റ്ഫോം. ഇപ്പോൾ ഇത് മംഗലാപുരം കയറേണ്ട സമയം 9:15 നല്ല സ്ലാക്ക് ടൈം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാസർഗോഡ് നമ്മൾ പുറപ്പെട്ടിരിക്കുകയാണ്. അടുത്തത് നമ്മുടെ ഈ വണ്ടിയുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ മംഗലാപുരം ജംഗ്ഷൻ. കാസർഗോഡ് കഴിഞ്ഞപ്പോൾ വണ്ടി കാലി ചെയ്യുന്നുള്ളൂ. എൻ്റെ കോച്ചിനകത്ത് ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ ഇപ്പോൾ എൻ്റെ കോച്ചിനകത്ത്. കാസർഗോഡ് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ വണ്ടി കോട്ടക്കാർ പോകാൻ ഒരു കാലിയായി. ധാരാളം ആൾക്കാരോട് മംഗലാപുരത്തെ പെടണം. എന്താ പറയുക, ഇപ്പോൾ സ്ലാക്ക് ടൈം കൊടുത്തിട്ടുണ്ട്. ചെന്നൈയിലെ ICF ഉണ്ടാക്കിയ കോച്ചാണ് ഇതൊക്കെ. ഇത് നോർത്ത് ഈസ്റ്റേൺ റെയിൽവേയുടെ ഒരു കോച്ചാണ്. മാർച്ച് 2025 പുത്തൻ കോച്ചാണ് കേട്ടോ. അത് നമ്മളെ മഞ്ചേശ്വരം എത്താറായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ 1 കിലോമീറ്റർ കഴിഞ്ഞ് നമ്മൾ മഞ്ചേശ്വരം എത്തുക. ഇതാണ് മഞ്ചേശ്വരം, കേരളത്തിലെ ഏറ്റവും വടക്കേറ്റത്തുള്ള റെയിൽവേ സ്റ്റേഷൻ. ഇത് കഴിഞ്ഞ് കുറച്ച് നമ്മൾ കർണാടക കയറും കേട്ടോ. ട്രെയിൻ നല്ല പറത്തി അടിച്ചാണ് മഞ്ചേശ്വരം സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ബോർഡർ, കർണാടക എന്ന് എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഈ പാലം ക്രോസ് ചെയ്ത് നമ്മൾ കർണാടക കയറിയിരിക്കുകയാണ് കേട്ടോ. ഞങ്ങളുടെ കർണാടക ഉള്ളാലൊക്കെ ഉണ്ട്, ഉള്ളാലൊക്കെ നമ്മൾ സ്കിപ്പ് ചെയ്യും. ഇതാണ് ഉള്ളാല സ്റ്റേഷൻ, കർണാടകയിലെ ആദ്യത്തെ സ്റ്റേഷനാണ് കേട്ടോ. ട്രെയിൻ ഇപ്പോൾ പയ്യെ ഇച്ചിരി സ്പീഡ് കുറച്ചാണ് പോകുന്നത്. നേരത്തെ അവർ പറത്തി അടിച്ചാൽ മഞ്ചേശ്വരം സ്കിപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മളിപ്പോൾ ഇത്തിരി സ്പീഡ് കുറച്ചാണ് പോകുന്നത്.
ഇപ്പോൾ നേത്രാവതി പുഴ നമ്മൾ ക്രോസ് ചെയ്യാൻ പോകണം കേട്ടോ. നമുക്കെല്ലാവർക്കും അറിയാം നേത്രാവതി പുഴയുടെ തീരത്താണ് മംഗലാപുരം സ്ഥിതി ചെയ്യുന്നത്. അത്യാവശ്യം വലിയൊരു പാലമാണ് കേട്ടോ അത്. നമ്മളിവിടുന്ന് റൈറ്റ് തിരിഞ്ഞാണ് മംഗളൂരു ജംഗ്ഷനിലേക്ക് പോകുന്നത്. ലെഫ്റ്റ് തിരിഞ്ഞ് പോകുന്നത് മംഗളൂരു സെൻട്രലിലേക്കാണ് കേട്ടോ. ഈ കൊങ്കൺ വഴി പോകുന്ന വണ്ടിയൊക്കെ ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞ് മംഗളൂരു ജംഗ്ഷൻ സർക്കിൾ അങ്ങനെയാണ് പോകുന്നത്. അല്ല, റൈറ്റ് തിരിഞ്ഞ് നമ്മൾ പോവാണ്. ഇവിടെ ഔട്ടറിൽ കൊണ്ട് പിടിച്ചിട്ട് ഇപ്പോൾ ഏകദേശം 9:10 5 മിനിറ്റിലെ എടുത്തില്ലെങ്കിൽ ഓൺ ടൈം ആവില്ല. അപ്പോൾ ഈ വരുന്ന വണ്ടിയുണ്ട്, നമ്മൾ അടുത്ത യാത്ര ചെയ്യാൻ പോകുന്ന വണ്ടിയുണ്ട്. ഇത്തിരി കുഞ്ഞ് 5 കോച്ചുള്ളൊരു ചെറിയൊരു പാസഞ്ചർ വണ്ടിയാണ് കേട്ടോ. സുബ്രഹ്മണ്യ റോഡ് മംഗളൂരു സെൻട്രൽ തിരിച്ചു വരുന്ന വണ്ടിക്ക് നമ്മൾ യാത്ര കിട്ടും. അത് നല്ല സീനിക്കായിട്ടുള്ള റൂട്ടിൽ കൂടെ പോകുന്നതാണ്. കർണാടക ഗ്രാമങ്ങളിലൂടെ പോകുന്നൊരു വണ്ടിയാണ് കേട്ടോ. 9:12 വണ്ടി എടുത്തു. മിക്കവാറും ഓൺ ടൈം മംഗലാപുരം കയറും. തിരുവനന്തപുരത്ത് നിന്ന് 619 കിലോമീറ്റർ സഞ്ചരിച്ച് നമ്മളിപ്പോൾ മംഗളൂരു ജംഗ്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇത് 1ാമത്തെ പ്ലാറ്റ്ഫോമാണത്. മംഗളൂരു ജംഗ്ഷൻ. ഇവിടെയും സ്റ്റേഷനിൽ റീഡെവലപ്മെൻറ്റ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെയും കുറച്ച് പേരുണ്ട്. കാരണം മംഗളൂരു സെൻട്രലിൽ സുബ്രഹ്മണ്യ റോഡ് പാസഞ്ചർ വരും. നമ്മൾ ആ കണ്ട വണ്ടിയില്ല, ആ വണ്ടി തിരിച്ചു വരും. ആ വണ്ടിയിൽ നമ്മൾ അടുത്ത യാത്ര ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിൽ കയറാണ്ട് കുറച്ച് പേരോട് ഇരിപ്പുണ്ട്. അത്യാവശ്യം ഒരു മെയിനായിട്ടുള്ള സ്റ്റേഷനുണ്ട് ഈ മംഗളൂരു ജംഗ്ഷൻ റൂട്ടിൽ. നമ്മൾ ഏകദേശം നടുഭാഗത്താണല്ലോ. അപ്പോൾ നമ്മൾ സ്റ്റേഷനായിട്ട് നടുക്ക് വശത്താണ് നമ്മൾ ഇറങ്ങാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ മംഗലാപുരം എത്തി. എന്ത് വണ്ടിയായിരുന്നു, പറത്തി അടിച്ചോടെ വന്നത്. ഭയങ്കര സ്പീഡായിരുന്നു വണ്ടിക്ക്. അങ്ങനെ ഓൺ ടൈമിൽ നമ്മൾ മംഗലാപുരം ജംഗ്ഷനിൽ വന്ന് കയറിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ തിരുവനന്തപുരം നോർത്ത് മംഗലാപുരം ജംഗ്ഷൻ അന്ത്യോദയ എക്സ്പ്രസിൻ്റെ വീഡിയോ എത്ര വീഡിയോ ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. നല്ല മിന്നൽ യാത്രയാണ്. ഓൺ ടൈമിൽ വന്ന് കയറുകയും ചെയ്തു. ജില്ലയൊക്കെ പെട്ടെന്ന് വണ്ടി ഓടിപ്പിടിക്കുകയും ചെയ്തു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ വരെ കാണുമ്പോഴേക്കും ഓക്കെ ദെൻ ബൈ.